പ്രിയങ്കരായിട്ടുള്ള റെസിഡൻസ് അന്തേവാസികളെ, പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 21.5 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായിട്ട് മുടക്കിയിട്ടാണ് പുല്ലേക്കോണത്തെ എല്ലാ റോഡുകളും നമ്മളിപ്പോൾ ഈ നിലയിൽ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഘട്ടം അനുവദിച്ചു. അതിന്റെ പണി കഴിഞ്ഞപ്പോഴാണ് അടുത്തതും കൂടെ ചെയ്തില്ലെങ്കിൽ അത് പൂർത്തിയാകില്ല എന്ന നിലയ്ക്കൊരു പരാതി വന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഭരണാനുമതിയൊക്കെ വാങ്ങി അത് ടെൻഡർ ചെയ്ത് ഒരേ കരാറുകാരൻ തന്നെ അത് എടുക്കാനുള്ളൊരു സാഹചര്യം വന്നു. ശ്രീ മുടവമോൾ രാജൻ പുള്ളി വന്നില്ല എന്നിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ട് ലൈസോ ബൈക്കിൽ വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പണികൾ പൂർത്തീകരിച്ചു. സാധാരണ ഈ ടാറിംഗ് പണിയൊക്കെ അടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് തിരക്കുകളും മറ്റു പല പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ വന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി നന്നായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പണികളൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം കൂടെ നിന്ന് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നഗരസഭാ റോഡുകൾ യഥാർത്ഥത്തിൽ MLA അല്ല ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങള് ഒരു അനുഭവം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഏതാണ്ട് 63 കോടി രൂപ നഗരസഭാ റോഡുകൾക്ക് വേണ്ടി മാത്രം ചെലവിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 63 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മള് നേരത്തെ PWD റോഡെല്ലാം 2 വർഷം മുമ്പേ BMBC ആകുമായിരുന്നു. എങ്കിൽ പോലും നമ്മള് PWD റോഡുകളും നമ്മുടെ ഈ മാർച്ചോടുകൂടി 100% റോഡുകളും BMBC ആവുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും.